യഹൂദ സ്ത്രീകൾ എവിടെ സഞ്ചരിച്ചാലും അവരുടെ കൈകളിൽ അവർ പരിമള തൈലം കരുതാറുണ്ട്. അതൊരു സെമറ്റിക് പാരമ്പര്യം. അതൊരു പുതിയ കാര്യമല്ല. പക്ഷെ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മെ ആകർഷിക്കുന്നത് മറ്റൊന്നാണ്. അവളുടെ കയ്യിൽ പരിമള തൈലം ഉണ്ടായിരുന്നു എന്നതല്ല, അത് അവിടെ വന്ന എല്ലാവരുടെയും കയ്യിൽ കാണും. പക്ഷെ ഈ സ്ത്രീയുടെ കയ്യിലെ പരിമള തൈലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വേദഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇത് 300 വെള്ളിക്കാശ് വിലയുള്ള പരിമള തൈലമാണ്. അതിന്റെ വിലക്കൂടൽ കൊണ്ടോ ബ്രാൻഡ് കൊണ്ടല്ല ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. ആദ്യം 300 വെള്ളിക്കാശിന്റെ വിലയൊന്നറിയണം. അതറിഞ്ഞാലേ ഈ സ്ത്രീയുടെ സമർപ്പണത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അത് നമ്മൾ വായിക്കേണ്ടത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. വായിക്കുന്നില്ല. നിങ്ങൾക്ക് സന്ദർഭം വളരെ പരിചിതം. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുത സന്ധ്യ. അവിടെ യേശു തമ്പുരാൻ ഈ പുരുഷാരത്തോട് പറഞ്ഞു, നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അപ്പൊ ക്രിസ്തു ശിഷ്യനായ ഫിലിപ്പോസ് പറയുന്ന ഒരു വാചകമുണ്ട് അവിടെ, കർത്താവേ, ഓരോരുത്തർക്കും അപ്പക്കഷ്ണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവാൻ 200 വെള്ളിക്കാശിന് പോരാതെ വരും. അപ്പൊ അത് 200 വെള്ളിക്കാശ് അന്നത്തെ കാലഘട്ടത്തിൽ 5000-ത്തിലധികം വരുന്ന ആളുകൾക്ക് അപ്പക്കഷ്ണങ്ങൾ വാങ്ങിക്കുവാൻ പ്രാപ്തിയുള്ള തുകയാണ്. അപ്പൊ ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ സ്ത്രീയുടെ കയ്യിലുള്ള പരിമള തൈലത്തിന്റെ വില 300 വെള്ളിക്കാശാണ്. തന്നെയല്ല, 300 വെള്ളിക്കാശിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒരു യഹൂദ സ്ത്രീ ന്യായമായും 1 വർഷം എല്ലുമുറിയെ പണിയെടുത്താൽ അവക്ക് ലഭിക്കാൻ പോകുന്ന മാക്സിമം വേതനമാണ് ഈ 300 വെള്ളിക്കാശ്. അപ്പൊ ഈ സമർപ്പണം ചില്ലറ സമർപ്പണമല്ല. ഏതോ യഹൂദ സ്ത്രീ ക്രിസ്തുവിന്റെ അടുക്കൽ ഉടച്ച ചില തൈലത്തിന്റെ ബോധ്യങ്ങളല്ല പങ്കുവെച്ചത്. തന്റെ ജീവിതം തന്നെ ത്യാഗപൂർണമായി തമ്പുരാന് സമ്മാനമായി അർപ്പിച്ചൊരു സ്ത്രീരത്നത്തെ പറ്റിയാണ് ഈ ക്രിസ്മസ് കാലഘട്ടം നാം ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ സമ്മാനങ്ങളുണ്ട്. ഈ സമ്മാനങ്ങളിൽ ത്യാഗമുണ്ടോ എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിന്റെ പങ്കാളിക്ക് കൊടുക്കുവാൻ നീ നിരവധി സമ്മാനങ്ങൾ കൊടുക്കുന്നു, പ്ലാൻ ചെയ്തിട്ടുണ്ട്, നല്ലത്. നിന്റെ കുഞ്ഞുമക്കൾക്കായി ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റുകൾ നീ പ്രതീക്ഷിക്കുന്നു, നല്ലത്. പക്ഷെ അച്ഛൻ്റെ ചോദ്യം, ഈ സമ്മാനങ്ങളിൽ എവിടെയെങ്കിലും ത്യാഗമുണ്ടോ? നിന്റെ ത്യാഗത്തിന്റെ അംശം ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യം ഈ വേദഭാഗത്ത് നിറയുന്നുണ്ട്. അത് വെല്ലുവിളിയാണ്. നാം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വാരി വാരി കൊടുക്കുകയാണ്. ഒരു പേന വാങ്ങിച്ച് ചോദിച്ചാൽ 1 പെട്ടി പേനയാണ് വാങ്ങിച്ചു കൊടുക്കുക. ഒരു ഡ്രസ്സ് ആവശ്യമുള്ളപ്പോൾ ഒരു ടെക്സ്റ്റൈൽ മുഴുവൻ വാങ്ങിച്ചു കൊടുക്കുകയാണ്, നല്ലതാണ്. പക്ഷെ ഇതിൽ നിന്റെ ത്യാഗമുണ്ടോ എന്ന ചോദ്യം നിർണായകമാണ്. The gift without sacrifice is a tragedy. ത്യാഗത്തെ അടർത്തി മാറ്റി ഭൗതികതയിൽ നാം നിർമ്മിക്കുന്ന എല്ലാ സമ്മാനങ്ങളും ഭാരമാണ്. അത് നമ്മുടെ ഷോക്കേസുകൾ അലങ്കരിക്കാം എന്ന് മാത്രം. ഈ തുറക്കാത്ത സമ്മാനപ്പൊതികളെ പറ്റി ധ്യാനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ട്. വീട് കൂതാശ, കല്യാണം ഇത്യാദി നടത്തുമ്പോ പലരും സമ്മാനങ്ങളുമായി വരും. ഇന്ന് ഷെൽഫിന്റെ മണ്ടയ്ക്ക് പൊടിയടിച്ചത് ഇരിപ്പുണ്ട്. എടുക്കുമ്പോഴേ അറിയാതെ കാസറോളാണെന്ന്. ഏത് സമ്മാനമാണ്? എന്താ അത് തുറക്കാത്ത? തുറക്കാത്ത സമ്മാനങ്ങൾ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിരവധിയാണ്. എന്തുകൊണ്ട് ഇത് തുറക്കാത്ത? തുറന്നിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നിൽ അതിൽ ത്രില്ലില്ല, അതിൽ കൗതുകമില്ല. അതുകൊണ്ട് നമ്മൾ തുറക്കാത്തത്.
അപ്പൊ ഇതുപോലെ നാം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ പലതും അവർ തുറക്കുന്നില്ല എങ്കിൽ ജീവിതം വലിയ പ്രതിസന്ധിയിലാണെന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ. ജീവിതം വളരെ അപകടത്തിന്റെ മുനമ്പിലാണെന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോ വിവാഹ വാർഷികത്തിനും ജന്മദിനത്തിനുമൊക്കെ സമ്മാനങ്ങളുടെ പരിമഴക്കാലം സൃഷ്ടിച്ച് മുന്നേറുമ്പോ അച്ഛന്റെ ചോദ്യം, ഇതിൽ നിങ്ങളുടെ ജീവിതമുണ്ടോ? നിങ്ങളുടെ കരുതലുണ്ടോ? നിങ്ങളുടെ വാത്സല്യമുണ്ടോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സ്ത്രീ വെല്ലുവിളിക്കുന്നു. ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ അവളാൽ ഉടയ്ക്കപ്പെട്ട വെൺകൽ ഭരണിയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ത്യാഗവുമായി ക്രിസ്തു സവിധത്തിലേക്ക് എത്തുവാൻ പ്രിയപ്പെട്ടവരെ കഴിയുമോ? അതോ അലക്ഷ്യങ്ങളായി ഒരു ചടങ്ങ് പോലെ എന്തൊക്കെയോ ചെയ്തു തീർക്കുന്നവരായി പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മാറുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് ഞാനന്ന് എൻ്റെ വായനാ മധ്യേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പിതാവും മകനും കൂടെ പുഴക്കരയിൽ നിന്ന് കുളിക്കുകയാണ്. കുറെ നേരമായി ആ കുഞ്ഞ് ശ്രദ്ധാപൂർവം, കൊച്ചു കുഞ്ഞാണ്, ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരു ദൗത്യമുണ്ട്. അവൻ മുങ്ങിത്തപ്പി പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് ശ്രദ്ധാപൂർവം അവൻ അന്വേഷിക്കുകയാണ് അപ്പന് കൊടുക്കുവാൻ മിനുമിനുത്തുള്ള ഒരു വെള്ളാരങ്കല്ല് സ്വന്തമാക്കണം. കുറെ നേരത്തെ അധ്വാനത്തിന് ശേഷം മനോഹരങ്ങളായ ഒരു വെള്ളാരങ്കല്ല കുഞ്ഞ് ആ പുഴയുടെ ആഴത്തിൽ നിന്ന് മുങ്ങിത്തപ്പി കരുതലോടെ എടുത്ത് അപ്പന്റെ കയ്യിൽ കൊടുത്തു. അപ്പൻ വേറെ ഏതോ രോഗത്താണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇടിയുന്നതും പെട്രോളിന്റെ വില വർദ്ധിക്കുന്നതും ഓഫീസിന്റെ ധൃതിയും ഭാവിയും അങ്ങനെ വലിയ സംഘർഷങ്ങളാണ്. അതുകൊണ്ട് അപ്പ എന്ന് വിളിച്ചു. എന്താടാ എന്ന് ചോദിച്ചു. അപ്പന്റെ കയ്യിൽ ഈ വെള്ളാരങ്കല്ല് വെച്ചു കൊടുത്തു. ആയിക്കോട്ടെ. അപ്പൻ ആ വെള്ളാരങ്കല്ലും കണ്ടില്ല, അതിന്റെ മിനുസവും കണ്ടില്ല, അതിന്റെ സൗന്ദര്യവും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോൻ ചോദിച്ചു, അപ്പ എനിക്കൊന്നുമില്ല തരാൻ തിരികെ. അപ്പോഴാണ് അപ്പൻ മനോരാജ്യത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് പെട്ടെന്ന് പുഴയിലേക്ക് മുങ്ങാങ്കുഴി ഇട്ടുപോയി ആദ്യം കിട്ടിയ കല്ല് എടുത്ത് കൊച്ചിന്റെ കൈ കൊടുത്തു. ഒരല്പസമയം കഴിയുമ്പോൾ കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞ് ചോരയൊലിപ്പിച്ച് കൈയുമായി നിൽക്കുകയാണ്. കാരണം നല്ല ബ്ലേഡ് പോലെ കൂർത്ത അഗ്രങ്ങളുള്ള കല്ലാണ് അപ്പന് മോൻ സമ്മാനമായി കൊടുത്തത്. സമ്മാനം കൊടുത്തോന്ന് ചോദിച്ചാ എല്ലാ ജന്മദിനത്തിനും സമ്മാനം കൊടുക്കുന്നുണ്ട്. എന്താ കൊടുക്കുന്നത്? വെടിക്കോപ്പ്, കമ്പ്യൂട്ടർ ഗെയിം, മൊബൈൽ ഫോണ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മുടെ പരാതി എന്തിനെ പറ്റിയേ ഒന്ന് പറഞ്ഞു. അതോടെ പറ. എല്ലാ ജന്മദിനത്തിനും കരുതലോടെ കൊണ്ടുകൊടുക്കുന്ന സമ്മാനങ്ങളാണ്. നമ്മുടെ പരാതികൾ എന്തിനെ പറ്റിയ? കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്ന് അല്ല, ആരായത് മേടിച്ചു കൊടുത്ത്? യൂട്യൂബിലാണ്. ആരാണ് ഈ സാധനം കൊടുത്തത്? ഞാൻ പറഞ്ഞു വരാൻ പരിശ്രമിക്കുന്നത്, സമ്മാനങ്ങൾ ഒരു ചടങ്ങ് പോലെ തീരുമ്പോ നമ്മുടെ ത്യാഗവുമായി ചേർത്ത് അതിനെ കാണുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയൂ. നമ്മുടെ സമ്മാനങ്ങളിൽ ഒരു വൈബ്രൻസി ഉണ്ടാകൂ. എന്തുണ്ടാവൂ? ഈ അടുത്ത കാലത്തൊരു അമ്മ തൻ്റെ മോനെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇവന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിയാമോ? അപ്പൊ മോന്റെ മറുപടി, ഐ കാണ്ട് ഫീൽ എനിത്തിങ്. തീർന്നില്ലേ? എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ അർത്ഥം. അവൻ പറയാ, എനിക്കൊന്നും പ്രത്യേകിച്ച് തകരുകയില്ലേ? നമ്മളിവിടെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോകുകയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുതമ്പുരാൻ ഒരു വിധവയുടെ ചില്ലിക്കാശിന്റെ സൗന്ദര്യം നമ്മോട് വർണ്ണിച്ചു കേൾപ്പിച്ചു അല്ലേ? യെരൂശലേം ദേവാലയത്തിൽ ഭണ്ഡാരപ്പെട്ടിയിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ കണ്ടുകൊണ്ട് അതിൽ സമർപ്പിക്കപ്പെട്ട ഒരു ചില്ലിക്കാശിന്റെ മനോഹാരിതയെ പറ്റി നമ്മോട് വർണ്ണിച്ചു. എന്താ കാര്യം? അതിൽ
അമ്മയുടെ ത്യാഗം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞു മക്കളെ സ്വാധീനിക്കാനുള്ള വൈബ്രൻസി, അവരുടെ ജീവിതത്തിന് ചില ബോധ്യങ്ങൾ പകരുവാനുള്ള ത്യാഗബോധ്യങ്ങൾ. അമ്മ എന്ന് പറയുമ്പോൾ, ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ആപ്പ. എന്താണ് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പിള്ളേർക്ക് അമ്മമാരൊന്നും വേണ്ട, സ്നിഗി മതി. എന്താ മതി? അമ്മമാരില്ലാത്തൊരു ലോകം. കാശ് കൊടുക്കാനായിട്ട് അപ്പന്മാരൊന്നും വേണ്ട, എന്താ മതി? ഗൂഗിൾ പേ മതി. എന്താ മതി? നിങ്ങളുടെ റോളും പോയി. വഴി കാണിക്കാൻ ആരും വേണ്ട, ഗൂഗിളിൽ ചേച്ചിയുണ്ട്. നമ്മുടെയൊക്കെ റോളെന്താ? നമ്മൾ അപ്രസക്തരായിക്കൊണ്ടിരിക്കുകയാണ്. ചിരിക്കാൻ പറഞ്ഞതല്ല. ഇവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മളൊക്കെ തീർത്തും അപ്രസക്തരാകുന്ന കാലമാണത്. ഇവിടെ തലമുറയെ നമുക്ക് എങ്ങനെയാ സ്വാധീനിക്കാൻ കഴിയുക? ത്യാഗത്തിന്റെ വൈബ്രൻസി കൊണ്ട് മാത്രമാണ്, സ്നേഹത്തിന്റെ വൈബ്രൻസി കൊണ്ട് മാത്രമാണ്. മഹാഗുരു ഉസ്താദ് സിനിമയുടെ ഓർമ്മയിലാണല്ലോ നാം ഇവിടെ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വൈബ്രൻസിയാണ് നമ്മുടെ ഓരോ പുഞ്ചിരിയിലും ഓരോ സമ്മാനങ്ങളിലും നിറയേണ്ടത്. അതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടുന്നത്, ക്രിസ്തുവിനാൽ പ്രശംസിക്കപ്പെടുന്നത്. നമ്മുടെ അപ്പന്മാര് ഇപ്പം എന്താ ചെയ്യുക? നമ്മുടെ കൊച്ചിന് പരീക്ഷയ്ക്ക് എല്ലാത്തിനും A+ കിട്ടി എന്ന് പറയുമ്പോൾ പറയും, ഷട്ടറാ, നമുക്ക് KFC കഴിച്ചേച്ച് വരാം. എന്താ കഴിച്ചു വരാം? അത് ഭയങ്കര കണ്ടീഷനിലാട്ടോ. ഒരു വിഷയത്തിനെങ്ങാനും A- അവന് KFC ഇല്ല, കഞ്ഞി പോലും ഇല്ല എന്നൊരർത്ഥമുണ്ട്. എന്തുകൊണ്ട്? ഈ അടുത്ത കാലത്ത് ABCD പഠിക്കാൻ പോയൊരു കുഞ്ഞിനെ പറ്റി കേട്ടു. എത്ര നിർബന്ധിച്ചിട്ടും കുഞ്ഞ് Aയും പഠിക്കുന്നില്ല, Bയും പഠിക്കുന്നില്ല, Cയും പഠിക്കുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു, കുഞ്ഞ് A പഠിച്ചാൽ KFC തരാം, B പഠിച്ചാൽ, അങ്ങനെ Z വരെ KFC മേടിച്ചു കൊടുത്ത് പഠിപ്പിച്ചു. നല്ല പരിപാടിയാണ്. കൊച്ചു Z വരെ പഠിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, അക്ഷരങ്ങളൊക്കെ സ്വന്തമായി. പിറ്റേ ദിവസം രാവിലെ കൊച്ച് KFC പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, പക്ഷെ അക്ഷരങ്ങളൊക്കെ തീർന്നുപോയി. എന്താ പോയി? കുറെ നേരം കഴിഞ്ഞപ്പോൾ മമ്മിയുടെ ചാരിത്തുമ്പെ പിടിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇന്ന് പഠിക്കണ്ടായോ? മമ്മി പറഞ്ഞു, വേണ്ട, ഇറ്റ്സ് ഓവർ, അക്ഷരങ്ങളൊക്കെ. ഒന്ന് കൊച്ചു പറഞ്ഞു, എത്രയും വേഗം ഇംഗ്ലീഷിൽ അടുത്ത അക്ഷരം ഇപ്പൊ ഉണ്ടാക്കി ഇപ്പൊ എന്നെ പഠിപ്പിച്ചോ. ഞാൻ എന്തിനത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സമ്മാനങ്ങൾ കൊടുക്കാത്തതല്ല നമ്മുടെ പ്രശ്നം, സമ്മാനങ്ങൾ കൈമാറാത്തതല്ല നമ്മുടെ പ്രശ്നം. പക്ഷേ തുറക്കാത്ത സമ്മാനപ്പൊതികളായി നമ്മുടെ നേർച്ചകൾ, നമ്മുടെ സമ്മാനങ്ങൾ മാറും. അവിടെയല്ലേ ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ തന്റെ വെങ്കൽ ഭരണി ഉടച്ച് സുവിശേഷത്തിലേക്ക് നടന്നു കയറിയ സ്ത്രീരത്നം. എവിടേക്ക് നടന്നു കയറി? സുവിശേഷത്തിന്റെ താളുകളിലേക്ക് നടന്നു കയറി അനുഗ്രഹീതരായ സ്ത്രീരത്നം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്, നമ്മെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്നാമത് അച്ഛന് ഓർമ്മിപ്പിക്കാനുള്ളത്, സമ്മാനങ്ങൾ ഉണ്ടായാൽ പോരാ, സമ്മാനങ്ങളിൽ ത്യാഗമുണ്ടാവണം. വി നീഡ് ദ ഗിഫ്റ്റ് വിത്ത് സാക്രിഫൈസ്, നോട്ട് വിതൗട്ട് സാക്രിഫൈസ്. ത്യാഗങ്ങളിൽ പൊതിഞ്ഞ് നമ്മുടെ സമ്മാനങ്ങളെ ക്രിസ്തു സവിധത്തിൽ സമർപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും. രണ്ടാമത്, ശുദ്ധോളമത്താട് സുവിശേഷത്തിന്റെ 26-ാം അധ്യായത്തിലെ 8-ാം വാക്യം, ശിഷ്യന്മാർ അത് കണ്ട് മുഷിഞ്ഞ്, ഈ പാഴ്ചെലവ് എന്തിന്? ഇത് വളരെ വലിയ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നല്ല അഭിപ്രായം. ഈ വെല്ലോന്റെ ചെലവ് ചാരിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ പണ്ടേ നമുക്ക് താല്പര്യമാണ്. എന്താണ് ഇതാരാ പറഞ്ഞത് എന്നതിനെ പറ്റി വേദപുസ്തകത്തിൽ ആരാ പറഞ്ഞതെന്നൊന്നും അങ്ങനെ വ്യക്തമായി രേഖപ്പെടുത്തില്ല. പക്ഷെ നമുക്ക് ഒരു പൊതുബോധ്യമുണ്ട്, ഇത് പറഞ്ഞത് യൂദയാണ്, യൂദ അപ്പോസ്തലനാണ് എന്നതാണ് നമ്മുടെ ഒരു പൊതുധാരണ. ഒന്ന് ആലോചിച്ച് നോക്കിയേ,
30 വെള്ളിക്കാശിന് കർത്താവിനെ നഷ്ടപ്പെടുത്തിയ പാർട്ടിയാണ് 300 വെള്ളിക്കാശിന് വില പറയുന്നത്. എങ്ങനെയുണ്ട് പരിപാടി? 30 വെള്ളിക്കാശ് കണ്ടപ്പോഴേ പുള്ളി ആരെ ഒറ്റിക്കൊടുത്തു? 30 വെള്ളിക്കാശ് കണ്ടപ്പോഴേ യൂദയുടെ കൈവറച്ചു. ആ പുള്ളിയാണ് 300 വെള്ളിക്കാശിന്റെ സുഗന്ധവൈലം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഉടയ്ക്കപ്പെട്ടപ്പം ഇതെന്താണ്? പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ ആഴമില്ലാത്ത വിചാരങ്ങളാണ്. അവർ ഷാലോ തോട്ട്സ്. ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഒരു പഞ്ഞമില്ലാത്ത കാലമാണ്. പ്രത്യേകിച്ച് വൈദിക ദൃഷ്ടിയായ ഞാൻ എന്നും അഭിപ്രായം കൊണ്ട് ഇപ്പൊ വീർപ്പ് മുട്ടുന്ന ആളാണ്. നല്ല കുഴപ്പമൊന്നുമില്ല, നല്ലതാ, പറയും വേണം. പക്ഷെ ഈ വിചാരബോധ്യങ്ങളിൽ ആഴമുണ്ടോ എന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ട്? ഈ വിചാരങ്ങളിൽ ആഴമുണ്ടോ, ആത്മാർത്ഥതയുണ്ടോ എന്ന ചോദ്യമുണ്ട് ഇവിടെ. എന്തുകൊണ്ട്? വിചാരങ്ങൾ നല്ലതാണ്. ഈ വിചാരങ്ങളുടെ ആഴമെന്താണ്? വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് യുവർ തിങ്കിങ്? നിന്റെ ചിന്തകളുടെ ആഴമെന്താണ് പ്രിയപ്പെട്ടവരെ? ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാനും ദൈവിക നിർദ്ദേശങ്ങളോട് വിധേയപ്പെടാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ? ഈ വേദഭാഗത്ത് ചില കുറവുകൾ എഴുത്തുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യഹൂദ വിരുന്നിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനം, അവന്റെ സൗഖ്യം ലഭിച്ചതിന്റെ ആനന്ദ സൂചകമായി അദ്ദേഹം ഒരുക്കിയ വിരുന്നാണിത്. പക്ഷെ ഈ വിരുന്നിൽ ഈ ശിമയോന് ചില പാളിച്ചകൾ സംഭവിക്കുന്നു. നമുക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരു യഹൂദ വിരുന്നിൽ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിയുടെ കാല് കഴുകേണ്ടതുണ്ട്. തിരക്കിൻ്റെ ഇടയിൽ ആര് മറന്നുപോയത്? ശീമോൻ മറന്നുപോയി. ആ ദൗത്യം ഈ വീട്ടിൽ ചെയ്യുന്നത് ആരാ? അതെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ലെങ്കിൽ മറ്റു പലരും അത് ചെയ്തുവെന്ന് വരും. നമ്മുടെ കുട്ടികൾക്ക് നാം ചെയ്തു കൊടുക്കേണ്ടത് നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയാൽ മറ്റ് പലയിടത്തും അവനത് തേടി അലയാൻ, എന്നിട്ട് തന്നെത്താൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. വികാരി അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രണ്ടാമതായി, വെള്ളം കൊണ്ട് കഴുകി ആ കാൽപാദങ്ങളിൽ എണ്ണ പൂശേണ്ടതുണ്ട്. യഹൂദ വിരുന്നിന്റെ പ്രത്യേകതകളാണ്. പക്ഷെ ശീമോൻ എന്തുകൊണ്ടോ അത് മറന്നുപോയി. ഈ പാദപീഠങ്ങളിൽ എണ്ണ പൂശിയത് ആരാണ്? തൈലം പൂശിയത് ആരാണ്? ഈ സ്ത്രീയാണ്. നോർത്തി. എന്നിട്ട് ആ പാദമൊന്ന് ചുംബിക്കുമ്പോഴാണ് ആതിഥേയൻ അതിഥിയെ ഏറ്റവും ബഹുമാനത്തോടെ സ്വീകരിക്കുന്നത്. പക്ഷെ ഇത് മൂന്നും ആര് ചെയ്യുന്നില്ല? ക്രിസ്തുവിനെ ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനിവാര്യമായി ചെയ്യേണ്ടത് ചിലത് ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. അത് മറന്നു പോകരുത്. എന്താണ് നമ്മുടെ തലമുറയ്ക്കായി നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്താ നമ്മുടെ ചിന്തകൾ? ഒരു അവധൂതനെ പോലെ നാം ജീവിച്ച കാലഘട്ടത്തിൽ സ്നേഹത്തെപ്പറ്റി വല്ലാതെ പ്രസംഗിച്ച്, ത്യാഗത്തെപ്പറ്റിയും സമർപ്പണത്തെപ്പറ്റിയും ഒരു പ്രവാചക ബോധ്യത്തോട് ഉരുവിട്ടുപോയ സസുദ്രീവയുടെ ഓർമ്മയിലാണല്ലോ സ്നേഹ സന്ദേശം ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. എൻ്റെ ഗുരുവാണെന്ന് പറയുന്ന അഭിമാനത്തോടാണ്. വൈദിക സെമിനാരിയിൽ അദ്ദേഹം പഠിപ്പിച്ച വിഷയങ്ങൾ പിന്തുടർന്ന് പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളെന്ന നില എൻ്റെ ഭാഗ്യമാണ്, പുണ്യമാണെന്ന്. അപ്പൊ എന്താണ് ഇത്തരം ആളുകളെ ഒരു കാലത്ത് മനസ്സിലായില്ല ആർക്കും. കാരണം അവരുടെ ചിന്തകളിൽ ആഴങ്ങളുണ്ട്. നമ്മുടെ ചിന്ത എന്താണ്? ഇപ്പൊ എല്ലാവരും മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുകയാണ്, കൊറോണ മാറണമേ. എൻ്റെ ഒരു ചോദ്യം, എന്തിനാണ് കൊറോണ മാറണം എന്ന് പ്രാർത്ഥിക്കുന്നത്?
ഈ അച്ഛനെയൊക്കെ പിടിച്ചാന്ന് വൈദ്യുതസ്ഥിയാക്കി. അല്ല, എൻ്റെ ചോദ്യം അത്. പഴയതുപോലെ 1000 പേരെ കല്യാണ ഉറപ്പിനും 1500 പേരെ കല്യാണത്തിനും കൊണ്ടുപോകാനാ? ശിങ്കാരി മേളവും പഞ്ചാരി മേളവും കൊണ്ട് കൊഴിപ്പിക്കാനാ? ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പണ്ട് മണവാളൻ്റെ അപ്പനും മണവാട്ടിയുടെ അപ്പനും, പണ്ടല്ല 2 വർഷം മുമ്പ്, ഈ 10-25 പേര് ചേർന്ന കല്യാണങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഉണ്ടേ ഇപ്പം പറയണം. അപ്പൊ നമ്മുടെ ഒരു ചിന്തയാണ് 1000 പേരെ കൂട്ടിയാലേ ഒരു ഗുമ്മുള്ളൂ. എന്തോ ഉള്ളൂ? ഒരു ഗെറ്റപ്പ് ഉള്ളൂ. അത് നമ്മുടെ ചിന്തയാ. അതില്ലാതെയും ഇതൊക്കെ നടക്കുമെന്ന് ഈ കുഞ്ഞൻ വൈറസ് പഠിപ്പിച്ചു. പെരുന്നാളിന്റെ റാസ, എൻ്റെ പൊന്നോ, ചെണ്ടമേളമില്ലാതെ കാണാൻ നടത്തുന്നുണ്ട്. അലക്സച്ചനൊക്കെ ഇരിക്കുന്നു, കേട്ട് കഴിവ് പോലും ഉണ്ടോ? ആരെങ്കിലും ഒരു മെഴുകുതിരി വെട്ടത്തിൽ നടക്കാൻ പറഞ്ഞ എന്നിട്ട് 2 വർഷമായിട്ട് നടത്തിയില്ലേ? വല്ല കുഴപ്പമുണ്ടായോ? അപ്പൊ ഈ റാസയ്ക്ക് ചെങ്കാരി മേളക്കാരെ വിളിച്ചുകൊണ്ട് വരിക, അവന് സോഡ പൊട്ടിച്ചു കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ ആത്മസംതൃപ്തി. നമ്മുടെ വിചാരങ്ങളിൽ ക്രിസ്തുവെന്ന ആഴത്തിലേക്ക് വളരാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയും ഇങ്ങനെയാണ്. നമ്മുടെ തലമുറയെ നാം രൂപപ്പെടുത്തുമ്പോഴും നാം ഇങ്ങനെയാണ് കരുതുന്നത്. ഇതൊക്കെ കൊടുത്താൽ അവൻ ഹാപ്പി ആവും. ഇത് കൊടുക്കും, അവൻ ഹാപ്പിയാണോ? ആണെയാണ്, എനിക്കറിയാൻ വയ്യ. പക്ഷെ പിള്ളേരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന, എൻ്റെ അച്ഛാ പ്രത്യേകിച്ചൊരു കാര്യവും അതിനകത്തില്ല. അവർക്ക് എന്താണ് അവർക്ക് നൽകാൻ കഴിയുക? എന്താഴമുള്ള വിചാരങ്ങളെയാണ് അവർക്ക് നൽകുവാൻ കഴിയുക? എനിക്ക് മുതലൊരു കൊച്ചു കേൾക്കുന്നത്, പഠിക്കണം, പഠിച്ചു മിടുക്കനാവണം, ഒന്നാമനാവണം, നീ ആരെ കൊന്നാലും വേണ്ടില്ല, ഒന്നാമനായിക്കോളും. ഇത് പൊതുവിചാരാണ്. എത്ര മാതാപിതാക്കന്മാർ സ്നേഹത്തെപ്പറ്റി സ്വന്തം തലമുറയോട് വാചാലരായി. ഇതിപ്പോ പ്രസംഗിക്കുന്ന ആള് തന്നെ വഴഞ്ഞനാണ്. ത്യാഗത്തെപ്പറ്റി കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ആ കുഞ്ഞിന്റെ ചിന്തയിൽ എന്ത് വിചാരങ്ങളുടെ ആഴമാണ് നിനക്ക് പകരാൻ പറ്റുന്നത്? സ്വാർത്ഥതയുടെ കുറെ കൂമ്പാരങ്ങളല്ലാതെ പ്രിയപ്പെട്ടവരെ നമുക്കെന്ത് ആഴം ആ തലമുറയുടെ വിചാരബോധ്യങ്ങളിൽ നിറച്ചു വെക്കാൻ കഴിഞ്ഞു എന്ന് നാം ചിന്തിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് മാനസികമായി അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ മെന്റലി ചലഞ്ച്ഡ് എന്നൊക്കെ നമ്മളിപ്പം പറയുന്ന ഒരു സ്കൂളിൻ്റെ കായികമേള ഉദ്ഘാടനം ചെയ്യാനായി പോയി. ഇപ്പം അതൊക്കെയാണ് പണി. ഉദ്ഘാടനവും ആശംസയും ഒക്കെ പ്രധാനപ്പെട്ട പണിയാണ്. അപ്പം അങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ എന്നെ വളരെ സ്വാധീനിച്ചു ഒന്നുണ്ട്. അവിടുത്തെ കുറെ കുട്ടികൾ ഓട്ട മത്സരത്തിലാണ്. അവരെല്ലാം കൂടെ ഓടാൻ ശ്രമിച്ചു. വിസിലൊക്കെ ഓടി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അതിലൊരുത്തൻ മറിഞ്ഞടിച്ച് താഴെ വീണു. ഈ മുന്നിക്കൊണ്ട് ഓടിയവൻ ഉൾപ്പെടെ എല്ലാവരും തിരികെ വന്നു. എന്നിട്ട് ആഘോഷമായി അവനെ കൂടെ എടുത്തോണ്ട് എന്ത് സന്തോഷത്തോടാണ് അവർ ആ ഓട്ടം പൂർത്തീകരിച്ചത്. അപ്പോൾ അവിടെ ഇരുന്നോണ്ട് ഞാൻ ചിന്തിച്ചു, നമ്മൾ ഇവരെ വിളിക്കുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാ. എന്താ ഇവരെ വിളിക്കുന്നത്? ഡിഫറൻ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകളിനേക്കാൾ വ്യത്യസ്തമാണ്. ശരിയാ. നമ്മളാണെങ്കിൽ മുന്നിൽ പോകുന്നവനെ കാല് വെച്ചും താഴെയിട്ട്, അതാണോ നമ്മുടെ മിടുക്കിൻ്റെ ആഴം? നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വഴി നടക്കാൻ കഴിയാത്ത, കുഞ്ഞുമക്കൾക്ക് ലഹരിയുടെ കാണാക്കയങ്ങളിലേക്ക് നയിക്കുന്ന ഇതാണോ ഏബിൾനെസ്? എന്താ നമ്മുടെ വിചാരങ്ങൾ? ഈ വിചാരങ്ങൾക്ക് ആഴമില്ലാതെ പോകുന്നു. ഈ ശിമിയോന്റെ ഭവനത്തിൽ കണ്ടതുപോലെ നാം വലിയ വലിയ വിരുന്നുകൾ ഒരുക്കുന്നു, ക്രിസ്തുവടക്കം പലരെയും ക്ഷണിക്കുന്നു. പക്ഷെ നാം ആരും പ്രശംസിക്കപ്പെടുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടുന്നില്ല.
സ്വന്തം തലമുറയ്ക്ക് അത് ബോധ്യം വരുന്നില്ല. സ്വന്തം ഭർത്താവിനത് ബോധ്യം ഉണ്ടാകുന്നില്ല ഭാര്യയുടെ സ്നേഹത്തെ പറ്റി. എന്നിട്ടും പറയുന്നത്, ഞാൻ നിങ്ങളെ എന്തോരം സ്നേഹിച്ചെന്ന് അറിയാമോ? ഞങ്ങൾ അച്ഛന്മാരായത് മുഴുവൻ കേൾക്കണ്ടേ? ഈ കുടുംബ പ്രശ്നം കേൾക്കുമ്പോൾ ആദ്യം ഭാര്യ പറയുന്നത്, എൻ്റെ അച്ഛൻ ഞാൻ ഈ പുള്ളി എന്തോരം സ്നേഹിച്ചാന്നറിയാമോ? ഉടനെ അദ്ദേഹവും പറയും, അച്ഛൻ അറിയാൻ വയ്യാഞ്ഞില്ല, ഞാനും ഇവളെ എന്തുമാത്രം. ഇപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് പരസ്പരം ബോധ്യപ്പെട്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട ഒരു കാര്യവും. അതിലേക്ക് പരസ്പരം ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ സ്നേഹമാർക്കും എന്താ പ്രിയപ്പെട്ടവരെ കുഴപ്പം? വിരുന്നൊക്കെ ഒരുക്കുന്നുണ്ട്, ഗംഭീരമാണ്. പ്രത്യേകിച്ച് ചടങ്ങുകൾക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ചോദ്യം നമ്മുടെ വിചാരങ്ങളുടെ ആഴമെന്താ? ഒരു തലമുറയിലേക്ക് ദർശനങ്ങളുടെ കരുത്തു പകരാൻ, ജീവിതത്തെ കുറച്ചുകൂടെ ഗൗരവമായി കാണണമെന്ന് അവനെ പഠിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രോഗം ഉണ്ടായി. ഇതൊക്കെ വരാവുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിന്റെ വീട്ടിലെ ഒമ്പതാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 12 വയസ്സുകാരൻ മോൻ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സങ്കല്പം അനുസരിച്ച് അവനിതൊന്നും അറിയാതെ വളരാനാണ് നമുക്ക് അവൻ കുഞ്ഞല്ലേ, എന്താണ് അവൻ. പക്ഷെ ഒരു വ്യത്യസ്തമായ ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ 9ാം ക്ലാസ്സുകാരനെ, ഈ 12 വയസ്സുകാരനെ വിളിച്ചിരുത്തിയിട്ട് അപ്പന് പറയാൻ പറ്റും, മോനെ അപ്പനൊരു പ്രശ്നമുണ്ട്, ഒരല്പ സാമ്പത്തിക പ്രയാസം അല്ലെങ്കിൽ അപ്പന് ഒരു രോഗമുണ്ട്, നിനക്ക് എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ നിമിഷം പോലെ 12 വയസ്സുകാരൻ ജീവിക്കാൻ പഠിക്കുക. എന്താ പഠിക്കുക? ആ നിമിഷം പോലെ കുഞ്ഞ് ജീവിക്കാൻ അത് പഠിപ്പിക്കുകയല്ലോ, നാം അത് പഠിപ്പിക്കില്ല. അവൻ ഉത്തരവാദിത്തമുള്ളവനായി മാറുകയാണ്. അവന് മനസ്സിലായി there is a crisis. അപ്പൻ എന്നോട് ചോദിച്ചു, എൻ്റെ അഭിപ്രായത്തിന് വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു കലയാണ്. ജീവിതം ഒരു കലയെങ്കിൽ അത് വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കരിയർ, അതിന് ഞങ്ങളൊന്നും ചെയ്യുന്നുള്ള അഭിപ്രായം എനിക്കില്ല. കരിയറിസം അതിനുവേണ്ടി എല്ലാം ചെയ്യുന്നു. പക്ഷെ അവരുടെ ജീവിതം മോൾഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സഭ എന്ത് ചെയ്യുന്നു? ഒരു ചോദ്യം, ഗൗരവമായ ചോദ്യം. അത് ഒഴിഞ്ഞു മാറുന്നില്ല. പക്ഷെ അനുഗ്രഹീതരായ മാതാപിതാക്കളെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനിലേക്ക് ഗൗരവമുള്ള വിചാരബോധ്യങ്ങളെ സൃഷ്ടിക്കുവാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അവനിപ്പോ എല്ലാം കൗതുക കാഴ്ചകളാണ്. എന്തോ കാഴ്ചകൾ? ഈ കോവിഡൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടിയിട്ടുണ്ട്. യൂട്യൂബിന്റെ പ്രളയം. എന്തിന്റെ പ്രളയമാ? ഈ യൂട്യൂബ് ആത്മീയതയാണ്. യൂട്യൂബിന്റെ പ്രളയം. ഈ 2 വർഷം വീട്ടിൽ കുത്തിയിരുന്നപ്പോഴാ അവനിപ്പോ വ്ളോഗ് ചെയ്യാണ്. അപ്പന്റെ കപ്പ കൃഷി കണ്ടോ? അപ്പൻ കപ്പ കൃഷി തുടങ്ങിയിട്ട് ഇവനെ വളർത്തിക്കൊണ്ട് ഇത്രയും നേരം വന്നത് അപ്പൻ കപ്പ കൃഷി ചെയ്തുകൊണ്ട്. പക്ഷെ ഇവന് ഇന്ന് ആദ്യമായിട്ട് ആണ് എന്ത് കണ്ടത്? അമ്മയുടെ മത്തിക്കറി കണ്ടോ? അമ്മ മത്തിക്കറി വെക്കാൻ തുടങ്ങിയിട്ട് ജനിച്ച കാലം പോലെ വെക്കുക. പക്ഷേ എന്നിട്ട് അവൻ പറയുന്ന വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്ന് ലൈക്ക് ചെയ്യണം, ഇതൊന്ന് ഷെയർ ചെയ്യണം. തീർന്നില്ലല്ലോ, വേറെ ഏതാണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അലക്സ് അച്ഛൻ പറഞ്ഞേ, മണ്ടയ്ക്കൊരു ബട്ടണുണ്ട്, പിടിച്ച് ഒക്കെ അമർത്തിക്ക്, കുഴപ്പമില്ല. അപ്പൊ നമുക്കിതെല്ലാം വ്യൂവേഴ്സിന്റെ പ്രശ്നമാണ്, മില്യൺ പ്രശ്നമാണിത്.
നല്ലതാണ്. പക്ഷെ എത്രമാത്രം ഗൗരവമായ ചിന്തകളെ, ഷാലോ തോട്ട്സ്, ജീവിതത്തെ കുറച്ചുകൂടെ ഗൗരവമായി കാണാൻ, ആഴമായി കാണാൻ നമുക്ക് സാധിക്കുമോ? യൂദ ചോദിക്കുകയാണ്, ഇത് പാഴ്ചലമാണ്, ഇത് ദരിദ്രക്ക്. കർത്താവ് പറയുന്നത്, ദരിദ്രം നിങ്ങളോട് എപ്പോഴും ഉണ്ട്, ഇതെന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്നതാകുന്നു. There is a purpose, there is a mission. എനിക്ക് 3-ാം ഭാഗത്ത് ഞാൻ മടങ്ങി വരുന്നുണ്ട്. ഈ മാറി നിന്ന് ഇത്തരം ചില നിരുത്സാഹജനമായ വാക്കുകളല്ലാതെ എന്തു ചെയ്യാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിന് വേണ്ടി എന്നത് പ്രധാനപ്പെട്ടതാണ്. എന്നെ വേദപുസ്തകത്തിൽ ഏറെ സ്വാധീനിക്കുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. ദേശത്തിന്റെ കാര്യവിചാരകനായി ഉയർത്തപ്പെട്ട യൗസേപ്പിന്റെ മുമ്പിൽ പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ വന്ന് ഭക്ഷണ സാധനങ്ങൾ കൈക്കൊണ്ടതിനൊക്കെ ശേഷം ആ സഹോദരന്മാർ തിരിച്ചറിയുന്നു, ഞങ്ങൾ ദ്രോഹിച്ചവനായ തങ്ങളുടെ സഹോദരൻ യൗസേപ്പാണ് അധികാരത്തിന്റെ കോലുമായി നിൽക്കുന്നത്. പരിവേശരായ, ഭയവിഭ്രാന്തരായ തന്റെ സഹോദരങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് യൗസേപ്പ് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ എന്നെ വിറ്റതല്ല, എൻ്റെ ദൈവം എന്നെ അയച്ചതാണ്. വളരെ മനോഹരമായ വേദഭാഗമാണ്. നിങ്ങൾ എന്നെ വിറ്റതല്ല, എൻ്റെ ദൈവം എന്നെ. ഇതെന്തൊരു ആഴമുള്ള വിചാരങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഈ ചിന്തയുടെ ആഴത്തിലേക്ക് നമുക്ക് ഒന്ന് ഇറങ്ങിച്ചൊല്ലുവാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ? ഈ ചിന്തയുടെ വിശാല ലോകം സൃഷ്ടിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ? നമ്മൾ വീണ്ടും പുനരുത്ഥാനത്തിന്റെ തൊട്ടു മുമ്പ് ശിഷ്യന്മാർ എല്ലാം ഭയന്ന് കതകടച്ച് കുറ്റിയിട്ടകത്തിരിക്കുകയാണ്, അല്ലേ? പക്ഷെ നമ്മുടെ കർത്താവ് കതവ് തുറക്കാതെ അകത്ത് കിടന്നവരെ വിസ്മയിക്കുകയാണ്. എന്താണ് ഈ വിചാരബോധ്യങ്ങൾ? കഥകടച്ചിരുന്നാൽ ഒരു കുഴപ്പവും വരില്ലെന്ന ശിഷ്യ സമൂഹവും ഏത് കഥകുകൾക്കുള്ളിലേക്കും എത്തിച്ചേരുന്ന ദിവ്യമായ സാന്നിധ്യമാണ് എൻ്റെ സാന്നിധ്യമെന്ന ക്രിസ്തു പഠിപ്പിക്കലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറയ്ക്ക് നാം പകർന്നു നൽകേണ്ടത് ആഴമുള്ള വിചാരങ്ങളെയാണ്. കുറഞ്ഞ പക്ഷം അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാനുള്ള പ്രഥമ പാഠമാണ്. കുറഞ്ഞ പക്ഷം ഇപ്പം വളരെ ആശങ്കാജനകമായ പശ്ചാത്തലമാണ്. നമ്മുടെ ഒരു LKG വിദ്യാർത്ഥിയെ പോലും വിശ്വസിച്ച് സ്കൂളിൽ വിടാൻ കഴിയാത്ത പരുവത്തിലാണ് ലഹരി കീറി മേയുന്ന നമ്മുടെ പശ്ചാത്തലം. ലഹരി കീറി മേയുന്ന നമ്മുടെ പശ്ചാത്തലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മമാർ ഇനിയും അത് ഗൗരവമായി കണ്ടില്ല എങ്കിൽ ഈ കാലത്തെ പ്രതികരിക്കണമെങ്കിൽ എന്നും ഇമജന്മാർ നിനക്ക് കാവൽ നിൽക്കാൻ കഴിയില്ല. അവരൊറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഇടങ്ങളുണ്ട്, അവരൊറ്റയ്ക്ക് പോകുന്ന ഇടങ്ങളുണ്ട്, അവരൊറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അവരൊറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ, അവരൊറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വന്നാൽ ആ നിൽപ്പിന് ഒരു ഗാംഭീര്യം ഉളവാക്കുന്ന വിചാരങ്ങൾ നൽകാൻ പറ്റുമോ? ഇപ്പം ചുമ്മാതെ കാർട്ടൂണിലെ വിട്ടിക്കഥാപാത്രങ്ങളെ കണ്ടുകൊണ്ടാണ് അവർ വളരുന്നത്. എന്താ വളരുന്നത്? ടോം ആൻഡ് ജെറി. ഇന്ന് പോയി കാണണം. ടോമും ജെറിയും വിഖ്യാതങ്ങളായ 2 കഥാപാത്രങ്ങളാണ്. രണ്ടിനും ഒരു പണിയേ ഉള്ളൂ, സർവ്വപാത്രവും തല്ലിപ്പൊട്ടിക്കുക, മുഴുവൻ ആഹാര സാധനങ്ങൾ അടിച്ചോണ്ട് പോവുക. ഇതൊക്കെയാണ് ഒരു തലമുറയ്ക്ക് ആവേശം. ചുമ്മാതിരിക്കുകയാണെങ്കിൽ കാർട്ടൂൺ കണ്ടോളാൻ നല്ല പരിപാടിയാണ്. കമ്പ്യൂട്ടർ ഗെയിം, അമ്മമാർക്ക് സമയമുണ്ടെന്ന് ശ്രദ്ധിച്ചോ, മുഴുവൻ വെടിവെപ്പ, അല്ലെങ്കിൽ റേസിംഗ്. എന്ത് വിചാര ലോകങ്ങളിലാണ് അവർ വളരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഴമാർന്ന വിചാരലോകം അവർക്ക് പങ്കുവെക്കാൻ, ആഴമുള്ള വിചാരങ്ങൾ അവർക്ക് പങ്കുവെക്കാൻ നമുക്ക്
സാധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഒന്നച്ഛൻ സൂചിപ്പിച്ചത് ത്യാഗമുള്ള സമ്മാനങ്ങളെ പറ്റിയാണ്. രണ്ടച്ഛൻ പറയാൻ ശ്രമിച്ചത് ആഴമുള്ള വിചാരങ്ങളെ പറ്റിയാണ്. മൂന്നാമത് അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. മുൻവിധികളോട് ആണ് ഈ ശിഷ്യന്മാർ ഇത് പറഞ്ഞതിന് കാരണമുണ്ട്. സത്യം പറഞ്ഞ ക്രിസ്തുവിന് ചുറ്റും നിൽക്കാനുള്ള അവകാശം ആർക്കാ ഉള്ളേ? ഈ സ്ത്രീ വന്നപ്പോൾ മുതൽ ശിഷ്യന്മാർക്ക് അസ്വസ്ഥതയുണ്ട്. ഇത് അവർ നിൽക്കേണ്ട ഇടങ്ങളാണ്. അതിൻ്റെ കൂടെ ക്രിസ്തുവിനാൽ പ്രശംസിക്കുക കൂടെ ചെയ്താൽ അവരാകെ പരിഭ്രാന്തരാണ്. പകലിൻ്റെ അധ്വാനത്തിന് ശേഷം വൈകിട്ട് ശീമോന്റെ വീട്ടിൽ പോയി ഒരു ഡിന്നർ കഴിച്ച് ഉറങ്ങാൻ വന്ന ശിഷ്യന്മാരാണ്. അപ്പോഴാണ് ഈ സ്ത്രീ ഈ പരിമള തൈലവുമായൊക്കെ വരുന്നത്. അവർക്ക് ഒട്ടും തന്നെയല്ല, ഒരു സ്ത്രീ, പാപിനി എന്ന വിളിപ്പേരുള്ള ഒരു സ്ത്രീ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് പലർക്കും അത് സ്വീകാര്യോഗ്യവുമല്ല. അതിലേക്കൊന്നും കടക്കുന്നില്ല. അവിടെ ഒത്തിരി മുൻവിധികളുണ്ട് അവർക്ക് ഈ സ്ത്രീയെ പറ്റി. പക്ഷെ ക്രിസ്തു പറഞ്ഞു, ഷീ ഹാസ് എ മിഷൻ. അവൾക്കൊരു ദൗത്യമുണ്ട്. അവളെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്തുകൊണ്ട്? അവളെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മൂന്നാമത്തെ ചിന്ത, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചറിയാത്ത ദൗത്യങ്ങൾ ഇനിയും ബാക്കിയ അൺഐഡന്റിഫൈഡ് മിഷൻ. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പലതും ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കൊണ്ടും ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചോ? കാരണം നമ്മുടെ ദൈവശാസ്ത്രം എവരി ക്രിയേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ പർപ്പസ് എന്നാണ്. എല്ലാ സൃഷ്ടിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം. ഉദ്ദേശമില്ലാതെ ഒന്നും ദൈവം ചെയ്യാറില്ല. അപ്പൊ നിന്നെ പറ്റി ഉദ്ദേശമുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യുവർ ലൈഫ്? വാട്ട് ഈസ് ദ മിഷൻ ഓഫ് യുവർ ലൈഫ്? നിന്റെ ജീവിതത്തിന്റെ ദൗത്യം എന്താണ്? തിരിച്ചറിയാൻ കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ വലിയ സന്തോഷവാനായിരിക്കും നീ. അതിന് താല്പര്യമില്ലാത്ത നിന്റെ കുഞ്ഞിനെ കൊണ്ട് ടെലസ്കോപ്പ് എടുക്കുന്ന മിഷൻ അല്ല. അവൻ ഒരിക്കലും ഹാപ്പി ആവില്ല. രോഗികളുടെ കാര്യം കട്ടപ്പോണം. എഞ്ചിനീയറിംഗിലെ ബാലപാഠം അറിയാത്തതിനെ കൊണ്ട് പാലം പണിഞ്ഞ് വല്ലവൻ്റെ ഉച്ചയ്ക്ക് പോകുന്ന കാര്യമല്ല. നമ്മുടെ കുട്ടികളുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന യഥാർത്ഥ ദൗത്യങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടോ? രമണ മഹർഷിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. രമണ മഹർഷിയും ശിഷ്യന്മാരും കൂടെ യാത്ര പുറപ്പെടുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാട്ടുതേൾ മഹർഷിക്ക് വിഷമമായി. വലിയ സ്നേഹിയാണ് നമ്മുടെ രമണ മഹർഷി. അപ്പൊ ഈ കാട്ടുതേളിനെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരുവേ, മണ്ടത്തരമായി കാണിക്കുന്നു, വെറുതെ അതിസാഹസികയൊന്നും കാണിക്കരുത്. ഉടനെ മഹർഷി തിരിഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചിട്ട് ശിഷ്യന്മാരെ മൈൻഡ് ചെയ്യാതെ വളരെ ശ്രദ്ധയോടെ ആ കാട്ടുതേളിനെ കൂരാക്കെടുക്കിൽ നിന്ന് നന്ദി സൂചകമായി അത് തിരികെ നിന്ന് ഒറ്റ കുത്തുവെച്ച് കൊടുത്തു. വേദന കൊണ്ട് പുളയുന്ന രമണ മഹർഷിയെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ ചിരിച്ചു. ഗുരുവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ല. ഞങ്ങൾ അന്നേരെ പറഞ്ഞാണ് ഈ പണിക്ക് പോകരുതെന്ന്. അപ്പോൾ ഈ ഗുരു പറയുന്നൊരു മറുപടിയുണ്ട്. കുത്തുക എന്ന് പറഞ്ഞാൽ തേളിൻ്റെ സ്വഭാവവും, രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവമാണ്. മനസ്സിലായെന്ന് തോന്നുന്നു. കുത്തുക എന്ന് പറഞ്ഞാൽ തേളിൻ്റെ സ്വഭാവവും, രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്വഭാവവുമാണ്. അതെൻ്റെ ദൗത്യമാണ്. ചില നിയോഗങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിന് യുണീക്ക് മിഷൻ എന്നാ പറയാം. നമ്മളെ കൊണ്ട് മാത്രം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരമ്മ എന്ന നിലയിൽ നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിന് ഈ പെറ്റമ്മയും ആയയും പോറ്റമ്മയും ഒന്നും
പോറ്റമ്മയൊന്നും പോലെ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കാർട്ടൂൺ കണ്ടു. നമുക്കറിയാം ഇപ്പോഴത്തെ ജോലിയും പശ്ചാത്തലവും ഒക്കെ വരുമ്പോൾ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നോക്കാൻ ആരുമില്ലെങ്കിൽ ബേബി സിറ്റിങ്ങിന് ഞാനതിനെ കുറച്ച് കാണിച്ചുകൊണ്ടല്ല ഈ പറയുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തെ പറ്റി ആത്മവിമർശനാപരമായി ഉണ്ടായൊരു ചിത്രീകരണമാണ്. അപ്പോൾ രാവിലെ അമ്മ പോകാനിറങ്ങിയപ്പോൾ ഈ കൊച്ചു കുഞ്ഞ് അമ്മയുടെ സാരി തിരുപ്പി പിടിച്ചിട്ട് ചോദിച്ചു, അമ്മേ മമ്മി എന്താ നമ്മുടെ ATM കാർഡ് ഈ ചേച്ചിക്ക് കൊടുക്കാത്തത്? നോക്കുന്ന ചേച്ചിയാണ്. നമ്മുടെ ഫ്ലാറ്റിന്റെ താക്കോൽ എന്താ ഈ ചേച്ചിയുടെ കൈ കൊടുക്കാത്തത്? മമ്മി പറഞ്ഞു, എന്നെ മണ്ടത്തരാടാ രാവിലെ നോക്കി, വില പിടിച്ച സാധനങ്ങൾ വല്ലതും കൊടുക്കൂ. ഉടനെ കുഞ്ഞ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പൊ പിന്നെ ഞാനും നിങ്ങളുടെ ധാരണ സകലത്തിനും പകരം കണ്ടെത്താം എന്നാണ്. പക്ഷെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു ചിലതിനൊന്നും പകരം കണ്ടെത്താനും പകരം വെക്കാനും ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ ജീവിതത്തിൻ്റെ നിയോഗം തിരിച്ചറിയും. എത്ര സന്തോഷവരാണെന്നറിയാം അവർ. ഇതുവരെ ലക്ഷ്യം ഇപ്പം നമ്മളെ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ അറിയാൻ മേല. എന്തിനാ വസ്ത്രം ധരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതും അറിയാൻ മേല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ ആദ്യം പാൻറ്റും ഷർട്ടും, ഞാൻ തൽക്കാലം ഇപ്പം പുരുഷന്മാരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പാൻറ്റും ഷർട്ടും, പിന്നെ അത് പോരാഞ്ഞൊരു ജാക്കറ്റും, കുട്ടി ജാക്കറ്റും, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഓവർ കോട്ടും, അതുകൊണ്ടും തൃപ്തിപ്പെടാഞ്ഞ് കഴുത്തേലൊരു ഇത് നല്ല കൊടും ശൈത്യമുള്ള കാലാവസ്ഥയിൽ ഉപയോഗിക്കും. അപ്പം നമുക്ക് തോന്നി ഇതാ ഭംഗി. നമ്മുടെ അപ്പന്മാരുടെ മുണ്ടും ഷർട്ടും ഒക്കെ മതി. കുറച്ച് നാളതങ്ങ് ഇട്ടുകൊണ്ട് കിടന്നപ്പം നമുക്ക് തന്നെ ബോറായി. ആദ്യം കോട്ട് മാറ്റി, പിന്നെ ജാക്കറ്റ് മാറ്റി, പാൻറ് പോയി, ഇപ്പം ബെർമുഡ വരെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുടെ അവസ്ഥ എനിക്കറിഞ്ഞു. നാം ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, നാം ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്, നാം ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തെ നിർമ്മിക്കുക എന്നൊക്കെ വേണം ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പദ്ധതികളെ പറ്റി നമുക്ക് ആകാംക്ഷയുണ്ടോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദൈവമേ, നീ എന്നെ പറ്റി എന്താണ് ആഗ്രഹിക്കുന്നത്? നിന്റെ പ്രതീക്ഷകൾ എന്താണ് പ്രിയപ്പെട്ടവർ? ഇപ്പൊ എല്ലാം ഇവന്റ് മാനേജ്മെന്റാണ്. എന്താണ് മൊത്തം ഒരു ഇവന്റ് മാനേജ്മെന്റ് എന്ന ബോധ്യങ്ങളിൽ നിന്ന് ചടങ്ങുകളാണ്. പക്ഷെ ഒരു തിരികെ വരവ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും അനിവാര്യമാണ്. ഒന്ന് തിരിച്ചു വരുവാൻ പ്രിയപ്പെട്ടവരെ ഞങ്ങളും പരിശീലിക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്നേഹ സന്ദേശത്തിൻ്റെ ശുശ്രൂഷയുടെ ഇടയിലാണല്ലോ എൻ്റെ പ്രസംഗം. അപ്പം ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത്, ചാരത്ത് നിന്നിട്ടും പ്രശംസിക്കപ്പെടാതെ പോയ ഒരു പറ്റം ശിഷ്യന്മാരുടെ നടുവിൽ സുവിശേഷത്തിൻ്റെ താളുകളിലേക്ക് നടന്നു കയറിയ ഒരു സ്ത്രീരത്നം. എന്തായിരുന്നു അവളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത? അവൾക്ക് ക്രിസ്തുവിന് വേണ്ടി ത്യാഗമുള്ള ചില സമ്മാനങ്ങൾ കരുതി വെക്കാൻ കഴിഞ്ഞു. ആഴമുള്ള ചില ചിന്തകൾ, തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള കരുത്ത് അവൾക്കുണ്ടായിരുന്നു. ഈ പെരുന്നാൾ നമ്മെ നയിക്കേണ്ടത് അവിടേക്കാണ്. ആഴമുള്ള വിചാരങ്ങളുടെ ലോകത്തിലേക്ക്, ത്യാഗമുള്ള സമ്മാനങ്ങളുടെ ലോകത്തിലേക്ക്, തിരിച്ചറിയുന്ന ദൗത്യങ്ങളുടെ ലോകത്തിലേക്ക് ഈ പെരുന്നാൾ നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വേദി എനിക്കായി ഒരുക്കിയ ഏറ്റവും ആദരണീയനായ മർക്കോസ് അച്ഛനുള്ള നന്ദി ഹൃദയംഗമായി രേഖപ്പെടുത്തുന്നു. സ്നേഹ സന്ദേശത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രിയപ്പെട്ട റമ്പാച്ചനെയും പ്രിയപ്പെട്ടവരെയൊക്കെ അറിയിക്കുന്നു. സശ്രദ്ധം എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു.
പ്രാർത്ഥിക്കണം. വലിയ ഉത്തരവാദിത്തങ്ങൾ നടുവിൽ പതറിപ്പോകാതെ നിൽക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന വിനീതമായി അഭ്യർത്ഥിച്ച് വാക്കുകൾ ചൊല്ലും.